മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു കുലുക്കിയ നായിക ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ്. പണത്തിന് വേണ്ടിയിട്ട്, ക്യാഷിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഈ ശരീരം വിൽക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടോ ഷക്കീല? ഉണ്ട്. അതൊക്കെ അവളെ ഡീസന്റാ. എത്ര തവണ? എത്ര തവണ ഐ കാൺ കൗണ്ട്. അതിപ്പോ ഇല്ല, ഏതാണ്ട് ഒരു 7-8 വരെ ഞാൻ എണ്ണും. അത് കഴിഞ്ഞ് എന്റെ എണ്ണം തെറ്റും, അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇതൊക്കെ 96, 97 99 എൻഡില് ഞാൻ മലയാളം കിനാര തുമ്പി ഇറങ്ങി അവിടെ നിന്ന് ഒരു സ്റ്റാർഡം കിട്ടി. ഞാൻ 3 പ്രാവശ്യം കണ്ടു. ഷക്കീലാമ്മയെ തേടി വന്നിട്ടുണ്ടോ മലയാള സിനിമ? ഇല്ല, അത് എങ്ങനെയെന്നറിയോ, ഇപ്പോ എന്റെ അടുത്ത് ഇവർ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഡേറ്റ് തരില്ല. എന്റെ ഒരു നാൾ അവർക്ക് മതി പടത്തിന് വിൽക്കാൻ. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. സോ എന്റെ അടുത്ത് അവർ അങ്ങനെ ഒന്ന് കാണിച്ചാൽ ഞാൻ പറയും പോടാൻ, ഞാൻ ഡേറ്റ് കൊടുക്കില്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ആ കാലത്ത് മലയാള സിനിമ കൂടുതലും ഭരിച്ചിരുന്നത് സംവിധായകരും നിർമ്മാതാക്കളും പ്രൊഡ്യൂസേഴ്സും ഒക്കെയാണ്, ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ആണ്. നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട, നേരെ കാര്യത്തിലോട്ട് വാ. ഷക്കീലാമ്മയുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി അവര് എന്തൊക്കെ വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാൻ ഇന്ന് ബിസി, ഞാൻ 10 ഡേയ്സിന് ശേഷം തരാം. അപ്പോൾ ഇന്ന് എവിടെ 3 lakhs പെർ ഡേ. അച്ഛനെ, ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വേഷങ്ങൾ കെട്ടുന്നു. ഏത് തൊഴിലിനും അതിന്റേതായ ഒരു മാന്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഞങ്ങൾ 6 lakhs തരാം, എங்களுக்கு 3 days ഒന്ന് കൊടുക്കണം. സോ അങ്ങനെ അവർ തന്നെ ഡബിൾ ആക്കി പൈസ കൊടുത്തു. താൻ പറയടോ, ഒരു 15,000 rupees. എന്ത് 15,000 രൂപയോ? അവനെ സ്വർണ്ണം ഉണ്ടാക്കിയാണോ? തനി തങ്കമാണ്, പ്യുവർ ഗോൾഡ്. ഒരു 70-കാരനായിക്കോട്ടെ, ഒരു 17-കാരനായിക്കോട്ടെ, ഷക്കീല എന്ന ആക്ട്രസിനെ അല്ല, ഷക്കീലയുടെ ശരീരം കാണാനാണ് തിയേറ്ററിൽ വന്നത്. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. അങ്ങനെ പറയാൻ പാടില്ല. കാരണം ആ ഫിലിംസിലെ രേഷ്മ, മരിയ എന്ന അപ്പടി ഒരു സുന്ദരി കുട്ടികൾ ഉണ്ടായിരുന്നു. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ, ബോധമില്ലാത്ത സ്ത്രീ. അതെ, പാവം. എന്തോന്നു? അല്ല, ബോധമില്ലാത്ത സ്ത്രീ.